ദൈവനാമത്തിനെ മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ സങ്കീർത്തനം 24. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഹല്ലേലൂയാ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ യഹോവയ്ക്കുള്ളവരാകുന്നു. കർത്താവ് പറയുന്നുണ്ട്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, വേറെ ആരുമല്ല. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് ഇത്ര നമ്മളോട് സ്നേഹം. കർത്താവ് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന് ദൈവം മനുഷ്യാവതാരമായി വന്ന് കാൽവര കുരിശിൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ദൈവം നമ്മളെ രക്ഷിച്ചു. കേൾക്കുന്ന ദൈവമക്കളെ, കാൽവര കുരിശിലെ ഓരോരോ തുള്ളി രക്തവും കർത്താവ് നമ്മൾക്ക് വേണ്ടി ഊറ്റിത്തന്നതാണ്. അവസാന തുള്ളി രക്തം യേശു കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി ഊറ്റിയതാണ് ദൈവം. ആ പരിശുദ്ധ രക്തത്താൽ കർത്താവേ എന്നൊന്ന് കഴുകു, എൻ്റെ ഹൃദയങ്ങളൊന്ന് കഴുകു, എൻ്റെ അതരങ്ങളൊന്ന് കഴുകു, എൻ്റെ ചിന്താ മണ്ഡലങ്ങളൊന്ന് കഴുകു, എൻ്റെ ശരീരത്തൊന്ന് കഴുകു, എൻ്റെ അവയവങ്ങളൊന്ന് കഴുകു, എന്നെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണമായി ആ കർത്താവിന് സമർപ്പിച്ച് നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി പ്രാർത്ഥിക്കണം. അല്ലാണ്ട് നമ്മൾ രക്ഷ പ്രാപിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരു സഭയിൽ കയറിയിരുന്ന് കുറേ പാട്ടുകൾ പാടി, കുറേ അലലിയെ വിളിച്ച്, കുറേ സ്തോത്രം പറഞ്ഞ്, കുറേ അന്യഭാഷയിൽ തുള്ളിയിട്ട് വന്നതുകൊണ്ട് എല്ലാം നമ്മൾ തകഞ്ഞൊന്നും വിചാരിക്കണ്ട. എനിക്ക് അനുഭവമുണ്ട് ദൈവമക്കളെ. ഞാൻ 15 വർഷം ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാണ്ട് ഞാൻ 15 വർഷം സഭകളിൽ പോയി പാട്ടുപാടി സ്തോത്രം പറഞ്ഞു, അല്ലെലിയ പറഞ്ഞു, അവിടെ വചനം കേട്ട് വീട്ടിലേക്ക് വന്നു, വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇങ്ങനെ എൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ പണ്ട് എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഞാൻ ഇരുന്നു. 15 വർഷത്തിൻ്റെ ശേഷം എൻ്റെ കഷ്ടപ്പാടുകൾ വർദ്ധിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതെങ്ങനെ ദൈവത്തെ വിളിക്കുമെന്ന് അറിയുന്നില്ല. വേദങ്ങൾ പഠിച്ചു, നന്നായി വേദങ്ങൾ പഠിച്ചു, വേദങ്ങൾ ഹൃദയത്തെ ധ്യാനിച്ചു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചു, എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. കർത്താവേ, ഒന്നുമില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് 15 വർഷം നടന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. കർത്താവേ, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. ആ ദൈവം എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയാ. ഞാൻ സാക്ഷിയാണ് ദൈവമക്കളെ. ഒരു സഹോദരി എനിക്ക് പരിചയമുണ്ട്. ആ സഹോദരി, ഞാനൊരു ദിവസം കടയ്ക്ക് പോകുന്ന സമയത്ത് വഴി വെച്ച് ആ സഹോദരനെ കാണുവാനിടയായി. മകളെ, എൻ്റെ വീട് ജപ്തി പോകാനായി, 10 ലക്ഷം രൂപ ബാങ്കിൽ കടമുണ്ട്, എൻ്റെ ഭർത്താവ് വയ്യാണ്ട് കിടക്കുന്നുണ്ട്, 40 വർഷമായിട്ട് ഞാൻ ആരാധനയ്ക്ക് പോകുന്നു. ഒരു പാസ്റ്റർ തിരിഞ്ഞു നോക്കണില്ല, ഒരു വിശ്വാസി തിരിഞ്ഞു നോക്കണില്ല. നിലവിളിച്ച് കരഞ്ഞ് എൻ്റെ ചങ്ക് പൊട്ടി, എൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. എനിക്ക് ബലക്ഷയം വന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല മകളെ, എൻ്റെ വീട് പോകാറായി, ഞാൻ എന്ത് ചെയ്യും പറഞ്ഞ് എൻ്റെ അടുത്ത് കരഞ്ഞു. ആ റോട്ടിൽ നിന്നിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ ധൈര്യമായിരിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ ദൈവത്തെ നോക്കിയാൽ മതി. മനുഷ്യന്മാരെ നോക്കണ്ട, ഒരു പാസ്റ്ററിനെ നോക്കണ്ട, ഒരു വിശ്വാസികളെ നോക്കണ്ട, ആരെയും നോക്കണ്ട. നിങ്ങൾ ദൈവത്തെ നോക്കി, ദൈവത്തിൻ്റെ മുഖം നോക്കി യാത്ര ചെയ്യും, നമ്മൾ രക്ഷ പ്രാപിക്കും. മനുഷ്യന്മാരുടെ മുഖം നോക്കി യാത്ര ചെയ്താൽ എരടി വീഴും. നമ്മൾ ദൈവത്തിൻ്റെ മുഖം നോക്കി യാത്ര ചെയ്താൽ രക്ഷ പ്രാപിക്കും നമ്മൾ. ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് നാം പറഞ്ഞു, ധൈര്യപ്പെടുത്തി, വേദം പഠിക്ക്, എനിക്ക് പഠിക്കാൻ അറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല ആണ്ടിരുന്നു. ദൈവം എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഞാൻ കർത്താവിൻ്റെ അടുത്തു, എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവമേ അനുഗ്രഹിച്ചു. 15 വർഷം നിങ്ങളെപ്പോലെ തന്നെ ഞാനും നടന്നു.
അങ്ങനെയല്ല പ്രാർത്ഥന. ദൈവത്തോട് അടുക്കണം, ദൈവസന്നിധിയിൽ കടന്നു വരണം. ദൈവവും നമ്മൾ ഒന്നായി സഞ്ചരിക്കണം. ഏത് ദിവസവും സഞ്ചരിക്കണം, ഒന്നായി കർത്താവും നമ്മളും ഒന്നായി സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുന്നത് മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്നതായിട്ട് നടന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. കർത്താവിൻ്റെ അടുത്ത് അടുക്കണം. നമ്മളെ തന്നെ നമ്മൾ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കണം. നമ്മുടെ ജീവിതം എത്രയുണ്ട്? ഏറി വന്ന 70-80 വേഗം തീരുകയും നീ പറന്നു പോകുകയെന്നും പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. ഇത് അന്ത്യകാലമാണ്. പിശാച് പല രീതിയിലും വന്ന് നമ്മളെ വഞ്ചിച്ച് കളയും, നമ്മളെ പിന്മാറ്റത്തിൽ കൊണ്ടുപോയി കളയും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. നന്നായി വേദങ്ങൾ പഠിക്കണം. വേദം പഠിക്കാണ്ട് ഒരു മനുഷ്യനിക്കും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. എൻ്റെ അറിവിൽ 22 വർഷമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ അറിവിൽ ഞാൻ കണ്ട കുറേ ആൾക്കാർ പിന്മാറ്റത്തിൽ പോയി. ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 45 വർഷമായിട്ട് ഞാൻ വാടകയ്ക്കിരിക്കുകയാണ്, 40 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്തം വിട്ടു. കർത്താവെ, ഇവർ 45 വർഷമായിട്ട് വാടകയ്ക്കിരിക്കുന്നു, കർത്താവിനെ അറിഞ്ഞ് 40 വർഷമായി പറയുന്നു, എന്നിട്ടും വാടകയ്ക്കിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും വാടകയ്ക്ക് ഇരിക്കുകയാണ് ഇവർ. അപ്പോൾ പ്രാർത്ഥന കുറവ് കൊണ്ടാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുക്കണം. മനുഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ചും കൊണ്ടിരുന്നാൽ നമ്മൾ തെറ്റിപ്പോവും. 24 മണിക്കൂറും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു വിചാരം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോഴേ നമ്മൾ രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. ദൈവത്തോട് സഞ്ചരിക്കാൻ ദൈവം നമ്മളെല്ലാവരിനും സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.